മഴ കനത്തതോടെ മലയോര മേഖലയിലെ റോഡുകളിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനകം 10-ലധികം അപകടങ്ങളാണ് പലയിടങ്ങളിലായി ഉണ്ടായിട്ടുള്ളത്. റോഡിന്റെ ഇരുഭാഗങ്ങളും കാടുമൂടിയും കല്ലും മണ്ണും നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. മഴ കനക്കുമ്പോൾ ഓവുചാലുകൾ നിറഞ്ഞ് റോഡിലേക്ക് ഒഴുകും. ചെളിവെള്ളം റോഡിലേക്ക് കവിഞ്ഞൊഴുകുന്നതിനാൽ റോഡിൽ പായൽ പിടിച്ച് കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത സ്ഥിതിയാണ്. കൂടാതെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഇലകൾ വീണ് ചീഞ്ഞതും കൂടെയാകുമ്പോൾ റോഡിലെ വഴുക്കുകൾ കൂടുന്നു. ഇത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കൂടുതലും അപകടങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ മരം മുറിക്കുന്ന KSEB അനുവദിച്ചാൽ തന്നെ KSEB പറയുന്നത് നമ്മൾ സ്ഥലക്കാർ മുറിക്കണമെന്ന്. സാധാരണക്കാരെങ്ങനെ മുറിക്കുന്നത്? ഇന്നലെ ഇപ്പോൾ ഒരു സംഭവം എവിടെ ഉണ്ടായി. അത് ആ മരം മുറിക്കാൻ തദ്ദേശ സ്ഥാപനത്തിന് അപേക്ഷ കൊടുത്താൽ അവർ മുറിക്കണമെന്നാണ്. ഇതൊന്നും ചെയ്യുന്നില്ല, പഞ്ചായത്തും ചെയ്യുന്നില്ല. നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നടന്ന് വരുമ്പോൾ തെന്നി വീഴുമല്ലേ. ബൈക്കൊക്കെ വന്നാൽ തെന്നി മറിയുക. ഓട്ടോറിക്ഷയൊക്കെ 2 ഇവിടെ മിനിഞ്ഞാന്ന് മറിഞ്ഞു. വഴുക്കലുള്ള ഭാഗങ്ങളിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ തെന്നിയാണ് അധിക അപകടങ്ങളും ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ തിരുമേനി മുതുവം ഭാഗത്തുണ്ടായിരുന്ന അപകടവും ഇത്തരത്തിൽ വഴുക്കൽ മൂലമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 5-8 ആൾക്കാർ മാത്രമാണ് യാത്രക്കാരായിട്ടുണ്ടായത്. ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് മാത്രം പുറപ്പെടുന്ന ഒരു വണ്ടിയാണ്. അമിത വേഗതയിലല്ല ഈ വണ്ടി വന്നത്. ഏറ്റവും യാദൃശ്യമായി ഇവിടുത്തെ അടുത്തുള്ള വീടുകാരോടൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. വളരെ സ്ലോയിൽ വരുന്ന വണ്ടിയാണ്. വീല് പിടിച്ചിട്ട് വണ്ടി തെന്നി മാറി വന്നതാണ്. ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉണ്ടായിരുന്നത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിൽ തിരുമേനി മുതുവം വരെയുള്ള റോഡിലൊക്കെ റബ്ബറിൻ്റെ ഇലയും മറ്റു കാര്യങ്ങളുമാണ്. അപൂർവം വാഹനങ്ങൾ മാത്രമേ ഇതിൽ പോകുന്നത്. ഈ റോഡിനൊരു ഉണക്കം വരുന്നില്ല. ഇതിൽ കംപ്ലീറ്റ് അതായത് പായൽ പിടിച്ചുകൊണ്ട് റോഡ് വളരെ മോശമായ ഒരു രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥയുള്ളത്. അപ്പോൾ ഈ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ പ്രൈവറ്റ് ബസ് ഏത് രീതിയിൽ എങ്ങനെ ഓടി വന്നു കഴിഞ്ഞാലും ഒരു അപകടം നിന്നാൽ നടന്നു പോയാൽ അത് ബസ്സിനെതിരെയാണ് ഉണ്ടാവുക. ഇതും യാദൃശ്യമായി തന്നെ ആർക്കും കൂടുതലായി ഒരു അപകടം സംഭവിക്കാതെ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അത് ദൈവത്തിനോട് നന്ദി പറയൽ മാത്രമേ നമുക്ക് വഴിയുള്ളൂ. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ? ഓഫ് കോഴ്സ്, 100%. എങ്ങനെയുണ്ട്? എന്താ സംശയം? 100-ൽ 100. വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി.